പാകിസ്ഥാനായി പ്രതിരോധ മേഖലയിലെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തി നൽകിയ സംഭവത്തിൽ NI 3 പേരെ അറസ്റ്റ് ചെയ്തു. മലയാളികൾ ഉൾപ്പെടെ 3 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. കർണാടകയിലെ കാർവാർ, കേരളത്തിലെ കൊച്ചി എന്നീ നാവിക താവളങ്ങളിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെ പ്രവർത്തകരുമായി പ്രതിരോധ സ്ഥാപനങ്ങളുടെ തന്ത്രപരവും രഹസ്യാത്മകവുമായ വിവരങ്ങൾ ചോർത്തിയതുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ വിരുദ്ധ ഗൂഢാലോചനയുടെ ഭാഗമായി 2021 ജനുവരിയിൽ ആന്ധ്രാപ്രദേശിലെ കൗണ്ടർ ഇന്റലിജൻസ് സെൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന 2 പാകിസ്ഥാൻ പ്രവർത്തകർ ഉൾപ്പെടെ 5 പേർക്കെതിരെ NI കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. 2023 ജൂണിലാണ് തീവ്രവാദ വിരുദ്ധ ഏജൻസി കേസ് ഏറ്റെടുക്കുന്നത്. നാവികസേനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തുന്നതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പാകിസ്ഥാൻ പൗരനായ മീർ ബാലാജ് ഖാനും ആകാശ് സോളങ്കിയും ഈ കേസിൽ ബന്ധമുണ്ടെന്നും NI അന്വേഷണത്തിൽ കണ്ടെത്തി. പ്രതികൾ ചാരപ്രവർത്തനത്തിനായി കൂടുതൽ ആശ്രയിച്ചത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയാണ്. ഇത് സംബന്ധിച്ച് ശക്തമായ തെളിവുകൾ ലഭിച്ചതോടെയാണ് NI അറസ്റ്റിലേക്ക് കടന്നത്. കൊച്ചി ആസ്ഥാനത്ത് നിന്നും അഭിലാഷ് PA, കാർവാറിൽ നിന്നും വേദൻ ലക്ഷ്മൺ തണ്ടൽ, അക്ഷയ് രവി നായക് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തദ്ദേശീയ പോലീസിന്റെ സഹായത്തോടെ പിടികൂടിയ 3 പേരും കാർവാർ, കൊച്ചി നാവിക താവളങ്ങളിലെ ഇന്ത്യൻ പ്രതിരോധ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള തന്ത്രപരമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടെന്നും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ പ്രവർത്തകരിൽ നിന്നും പണം കൈപ്പറ്റുന്നുണ്ടെന്നും സോഷ്യൽ മീഡിയയുമായി ഇവരുമായി ബന്ധപ്പെടുന്നതിനുള്ള തെളിവുകൾ പുറത്തെത്തിയിരുന്നു. എന്നാൽ 3 പേരും PIOയുമായി പങ്കുവെച്ചതാണെന്ന് പറയപ്പെടുന്ന വിവരങ്ങളുടെ സ്വഭാവം ഏജൻസി ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഹണി ട്രാപ്പ് വഴിയാണ് പാക് ISI ഇവരിൽ നിന്നും വിവരങ്ങൾ ചോർത്തിയെടുത്തത്. കഴിഞ്ഞ വർഷം വിശാഖപട്ടണം കപ്പൽശാലയിൽ രഹസ്യവിവരങ്ങൾ പാക് ചാരവനിതയ്ക്ക് ചോർത്തി നൽകിയതുമായി ബന്ധപ്പെട്ട് അഭിലാഷിനെയും കൊച്ചി കപ്പൽശാല വെൽഡർ കം ഫിറ്ററായ തിരുവനന്തപുരം അരുമാനൂർ സ്വദേശി അഭിഷേകിനെയും NI കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. തുടർന്ന് ഇവരുടെ മൊഴിയും തെളിവുകളും പരിശോധിച്ചു. ഇതിനു ശേഷമാണ് അഭിലാഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതികൾ 2 നാവിക താവളങ്ങളിലെ കരാർ ജീവനക്കാരായിരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെ നിരവധി ആശയവിനിമയ ചാനലുകളിലൂടെ ബന്ധപ്പെട്ടതിനും ഇവരുടെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ കൂടുതൽ ചോദ്യം ചെയ്യലിനുമായാണ് കസ്റ്റഡിയിലെടുത്തത്. ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയതായും NI വ്യക്തമാക്കി. ചാരവൃത്തി കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 8 പേരെ ഏജൻസി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.